നമസ്കാരം. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഗസ മധ്യസ്ഥ ചർച്ചകൾ വീണ്ടും ഇപ്പോൾ സജീവമാവുകയാണ് എന്ന് പറയാം. ഗസയിൽ ഇസ്രായേൽ നടത്തുന്നവരുടെ ആക്രമണം ഇപ്പോൾ കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ തന്നെയാണ് ഈ ചർച്ചകൾ വീണ്ടും സജീവമാകുന്നത് എന്ന് പറഞ്ഞേ മതിയാകൂ. ദോഹയിൽ ഹമാസ് നേതൃത്വവുമായി ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി കൂടിക്കാഴ്ച നടത്തി. ഡോക്ടർ ഖലീൽ അൽ ഹയ്യയുടെ നേതൃത്വത്തിലുള്ള ഹമാസ് പ്രതിനിധികളുമായാണ് ഖത്തർ പ്രധാനമന്ത്രി ചർച്ച നടത്തിയതെന്ന് പറയുന്നു. മധ്യസ്ഥ ചർച്ചകളുടെ നിലവിലെ സ്ഥിതിയും ഗസയിലെ വെടിനിർത്തലിനും ബന്ദി കൈമാറ്റത്തിനുമുള്ള വഴികളാണ് ചർച്ചയായി മാറുന്നത് എന്ന് പറയുന്നുണ്ട്. മധ്യസ്ഥ ചർച്ചകളുടെ ഭാഗമായി കഴിഞ്ഞ ആഴ്ച ഇസ്രായേലിന്റെ അമേരിക്കയുടെയും പ്രതിനിധികൾ ദോഹയിലുണ്ടായിരുന്നു. CIA ഡയറക്ടർ വില്യം ബേൾസ് ഉൾപ്പെടെയുള്ളവർ തന്നെ ഇസ്രായേൽ സംഘത്തിൽ ഉണ്ടായിരുന്നതായി തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മധ്യസ്ഥതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇസ്രായേൽ സർക്കാരിനെ ധരിപ്പിക്കാനാണ് സംഘം മടങ്ങിയത്. 96 ബന്ദികൾ നിലവിൽ ഹമാസിന്റെ തടവിലുണ്ടെന്നാണ് ഇസ്രായേൽ കണക്ക്. ഇതിൽ 34 പേർ ഇസ്രായേൽ ആക്രമണങ്ങൾ കൊല്ലപ്പെട്ടതായും തന്നെ റിപ്പോർട്ടുകളുണ്ട്. ഓഗസ്റ്റിൽ ദോഹയിലും ഈജിപ്തിലുമായി നടന്ന ചർച്ചകൾ ഫലം കാണാതിരുന്നതോടെ തന്നെ മധ്യസ്ഥ ശ്രമങ്ങൾ താൽക്കാലികമായി അവസാനിപ്പിക്കുന്നതായി നവംബറിൽ ഖത്തർ വ്യക്തമാക്കിയിരുന്നു. ഇതിനുശേഷം ആദ്യമായാണ് മധ്യസ്ഥ ചർച്ചകൾ തുടരുന്ന കാര്യം ഖത്തർ സ്ഥിരീകരിക്കുന്നത്. സെൻട്രൽ ഗസയിലെ ആശുപത്രിയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 5 മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടു. നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പിൽ സ്ഥിതി ചെയ്യുന്ന അൽ ഔദ ആശുപത്രിയിൽ സമീപം റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിലാണ് മാധ്യമ പ്രവർത്തകർക്ക് നേരെ ആക്രമണം ഉണ്ടായത്. അൽ ഖുദ്സ ടുഡേ ചാനലിന്റെ ബ്രോഡ്കാസ്റ്റിംഗ് വാനിന് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തുകയായിരുന്നുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഫാദി ഹസൌന, ഇബ്രാഹിം അൽ ഷെയ്ഖ്, അലി മുഹമ്മദ് അൽ ലദ്ദ, ഫൈസൽ അബു അൽ ഖുംസാൻ, ഐമൻ അൽ ജാദി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. പ്രസവവേദന അനുഭവപ്പെട്ട ഭാര്യയ്ക്കൊപ്പമായിരുന്ന ഐമൻ അൽ ജാദി ആശുപത്രിയിലെത്തി. പ്രസ് എന്ന് എഴുതിയിരിക്കുന്ന ഇവരുടെ വെള്ള നിറത്തിലുള്ള വാൻ കത്തി നശിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്. വാനിൽ നിന്ന് മൃതദേഹങ്ങൾ പുറത്തെടുത്തതായി ഫലസ്തീൻ അധികൃതർ അറിയിച്ചു. സംഭവത്തിൽ ഇതുവരെ ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല. 2023 ഒക്ടോബർ 7 മുതൽ ഗസയിലുണ്ടായ ഇസ്രായേൽ ആക്രമണങ്ങളിൽ കുറഞ്ഞത് 141 മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടതായി തന്നെ കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മാസം ആദ്യം മാധ്യമ പ്രവർത്തകർക്കെതിരായ ഇസ്രായേൽ അതിക്രമണങ്ങൾ CPJ അപലപിക്കുകയും ചെയ്തിരുന്നു. ഗസ മുനമ്പിന്റെ വടക്കുഭാഗത്ത് കഷ്ടിച്ച് പ്രവർത്തിക്കുന്ന ആ ആശുപത്രിയിൽ നിർബന്ധിതമായി തന്നെ ഒഴിപ്പിക്കാൻ ഉത്തരവിട്ടിരുന്നു ഇസ്രായേൽ. പിന്നാലെ തൊട്ടടുത്തുള്ള സ്കൂളുകളും അഭയാർത്ഥി ക്യാമ്പും തകർന്ന് തരിപ്പണമാക്കി. അൽ മവാസിയുടെ സേഫ് സോൺ എന്ന് വിളിക്കുന്ന പ്രദേശത്തായിരുന്നു വ്യാപക ആക്രമണം നടന്നത്. ഡ്രോൺ ആക്രമണത്തിൽ അഭയാർത്ഥികളുടെ കൂടാരങ്ങൾ കത്തിച്ച് ചാമ്പലാക്കി. ഇവിടെ 7 ജീവനുകളാണ് ഇസ്രായേൽ ബോംബുകൾ വിഴുങ്ങിയത്. സാധാരണക്കാർ സഞ്ചരിച്ച ഒരു കാറിനും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വാഹനത്തിനും നേരെ നടത്തിയ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു. മധ്യ ഗസയിൽ നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്കൂളും ഒഴിവാക്കിയില്ല. പുലർച്ചെ ക്വാഡ് കോപ്റ്ററിലുള്ള കവചിത വാഹനങ്ങളുമായി എത്തിയ സ്കൂൾ കെട്ടിടത്തിൽ നേരെ വെടിനിർത്താൽ വെടിയുതിർത്തുകയായിരുന്നു. ഇസ്രായേൽ സൈന്യം തന്നെയാണ് ഇത് ചെയ്തത്. ഇവിടെ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തു.